വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങനെ കാത്തിരുന്ന ഒന്നാം സെമസ്റ്റർ 3 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷകൾ 2025 ജനുവരി മാസം 1 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ 1-ാം തീയതി തന്നെ ന്യൂ ഇയറിന് തന്നെ പരീക്ഷ വയ്ക്കണമായിരുന്നു എന്ന്. എനിവേ, എന്തായാലും 1-ാം തീയതി മുതലാണ് നിങ്ങളുടെ പരീക്ഷകളുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. ഇത് നിങ്ങളുടെ അവസാന അവസരമായിട്ട് തന്നെ കാണണം, നമ്മുടെ തമ്മിൽ പറഞ്ഞതുപോലെ തന്നെ. കാരണം ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമും 3 വർഷ ഡിഗ്രി പ്രോഗ്രാമും തമ്മിലുള്ളൊരു ക്ലാഷ് നടക്കാൻ പോവുകയാണ്. ആയതുകൊണ്ട് സപ്ലിമെൻ്ററി പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾ കിട്ടുന്ന അവസരത്തിൽ പരമാവധി അത് ഉപയോഗിച്ച് ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പണി കിട്ടുന്നത് നമുക്ക് തന്നെയായിരിക്കും. അവസാന അവസരം എന്നൊക്കെ പറയുമ്പോൾ പലരും പല പ്രൂഫുമായിട്ട് വരാറുണ്ട്. ഇനിയും അവസരമുണ്ടല്ലോ. മാക്സിമം 5 ഇയേഴ്സ് വാലിഡിറ്റിയൊക്കെയാണ് പലപ്പോഴും യൂണിവേഴ്സിറ്റി കൊടുക്കാറുള്ളത്. എന്നാൽ ചില സമയത്ത് ചില സിറ്റുവേഷൻ അനുസരിച്ചിട്ട് 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ എക്സ്റ്റൻഷൻ ഉണ്ടാകും, ഇനിയും അവസരം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരിക്കരുത്. അത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം ഉണ്ട്, ദെൻ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഉണ്ട്. അങ്ങനെയുള്ള പല പ്രൊവിഷൻസും ഉണ്ട് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. നിങ്ങൾ പഠിച്ചു പോവുക. ഇന്ന് ഡിസംബർ മാസം 22. ഇനിയും നിങ്ങൾക്ക് അത്യാവശ്യം സമയമുണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ. ഈ സമയം നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക, അത് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാനും. ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഓൾറെഡി ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും സെലിബ്രേഷൻ മൂഡിലാണ്. ഏത് മൂഡാണ്, പൊളി മൂഡാണെന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. പക്ഷേ നമുക്ക് പരീക്ഷ ജനുവരി 1 മുതലാണ്, ന്യൂ ഇയർ മുതലാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ഈ സമയം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക, ജയിച്ച് മുന്നോട്ട് പോവുക. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.